ആഗ്രഹമുണ്ട്. തനിക്കില്ല? വിളിച്ചിട്ടില്ല. വിളിച്ചാ പോവും. ഇല്ല. അത്ര വലിയ അതെ, എനിക്കൊരു നല്ല പരിപാടി കേട്ടോ. അതല്ല, നമ്മളെപ്പോഴും എല്ലാരും പറയുന്ന ഒരു കാര്യം തന്നെ, എന്ത് കണ്ടന്റ് ഉണ്ടാക്കിയാലും ബിഗ് ബോസിൽ പോകുന്നതായിരിക്കും പുള്ളി ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സംഭവമല്ലോ. അതുകൊണ്ട് നമുക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നമുക്കൊരു കൊതിയുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഇവൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ അപ്പോഴല്ലേ ജീവിക്കാൻ പറ്റുക, ഒറ്റയ്ക്കാകുമ്പോഴേ. അത് തന്നെ പറഞ്ഞ നമ്മളെ ഒറ്റയ്ക്കാകുമ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ആണല്ലോ. ഇപ്പോ ഇന്റർവ്യൂക്കകത്തിരിക്കുമ്പോ പോലും നമ്മൾ മെന്റലി പ്രിപ്പയർ ആയിരിക്കുമല്ലോ. എന്ത് ചോദ്യത്തിന് ഇല്ല. നമ്മൾ പിന്നെ താങ്കളാണെങ്കിൽ ഒരുപാട് മെന്റലി ഡിപ്രഷൻ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. പണ്ട് വേണ്ട, ഇങ്ങോട്ട് ചോദിച്ചോളൂ. അതെ, വേണ്ട. ഇന്ന് പ്രോഗ്രാമിന് പോകണോണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ മൈൻഡ് ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ ഇല്ല. ആക്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവുക. ഫിലിമില് റിലേറ്റഡ് ആയിട്ടുള്ള താങ്കൾ വലിയ നടനാണോ അങ്ങനെ? പക്ഷെ പ്രേക്ഷകർ പറയുന്നത് പക്ഷെ ഇപ്പൊ ഈ അടുത്ത് മീനൂസ് കിച്ചൺ സീരിയൽ ഇറങ്ങിയത് കണ്ടോ? എങ്ങനെയുണ്ടായി? പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാണണമെന്നില്ല. കാണണോ വേണ്ടെന്നുള്ള പ്രേക്ഷകരുടെ ഇഷ്ടമല്ലേ? ഇല്ല, ഞാൻ സിനിമ എന്റെ സീരിയല് കണ്ടായിരുന്നു. ഇല്ല, ഞാൻ ക്ലിപ്പ് കണ്ടായിരുന്നു എന്റെ. എവിടെ ഞാൻ കണ്ടുപോയടാ. ഞാൻ അങ്ങനെ സീരിയൽ എത്ര കാണുന്നില്ല. ഷോർട്ട് ഫിലിം ഉണ്ട്, എന്തൊക്കെ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായി. അല്ല, ഇപ്പൊ നന്നാക്കാം അത് നല്ലൊരു കാര്യമാണ് പറയുന്നത്. നന്നാക്കാം. അല്ല, നമ്മള് താങ്കളതിനെ പറ്റി ഇതാക്കി പറഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. അല്ല, നടനാണെന്നാരും അതല്ലേ ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്ന് അറിയോ? അവർക്ക് എല്ലാവർക്കും അറിയാം തന്റെ അഭിനയം കൊള്ളത്തില്ല. തനിക്ക് വേണ്ടിയിട്ട് തന്നോട് ഇഷ്ടം കൊണ്ട് നല്ല അഭിനയം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ വിചാരിച്ചോ? അങ്ങനെ വന്നാൽ തന്റെ അഭിനയം നമ്മളിത് പാഷനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളിതിൽ സ്ഥിരമായിട്ട് ഈ വർക്കിനോട് വലിയൊരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം നിലനിൽക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു മീഡിയ അറ്റൻഷൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വെള്ളത്തിനും കരയ്ക്ക് ഇപ്പം നീന്തുക എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും അതിനോട് വലിയൊരു എല്ലാ ദിവസവും അത് കിട്ടണമെന്ന് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവണതയല്ലത്. അത് ആ ഒരു കോണ്ടന്റ് വരുമ്പോൾ അതൊരു കഥ വരുമ്പോൾ അത് കഥയ്ക്ക് മാച്ചാണെങ്കിൽ നമ്മൾ ചെയ്യും, നമ്മൾ യൂസ് ചെയ്യും എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സീരിയലാണെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് അധികമൊന്നുമില്ല സീരിയൽ. താങ്കൾക്ക് ഇഷ്ടപ്പെടാൻ നടനല്ലെന്ന് പറയുന്ന രീതി പറഞ്ഞു. പക്ഷെ ഒരുപാട് ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ പ്രായമുള്ള ഒരുപാട് പേര് പറഞ്ഞു ചേട്ടാ അഭിനയം കൊള്ളാം. അതാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നോട് പറഞ്ഞ അഭിനയം കൊള്ളത്തില്ലെന്ന് അവർക്ക് അറിയാം. അല്ലെന്ന് ചെറിയ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ കാര്യം പറയണം, എന്നാലേ താൻ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. താൻ വിചാരിക്കത്തല്ലോ ഇത് നല്ല അഭിനയമാണ്. ഞാൻ പറയുന്നത് ഞാൻ പറയാം. ഇപ്പൊ സാജൻ സൂര്യ എന്നൊരു ആക്ടർ ഉണ്ട് സീരിയലില്, സാജൻ സൂര്യ. അപ്പൊ അദ്ദേഹം സീരിയലിൽ അഭിനയിക്കുന്ന പോലെ എനിക്ക് ചിലപ്പോ അഭിനയിക്കാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ എനിക്ക് ഒരാളുടെ പേര് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മനസ്സിലറിയാവുന്ന ഒരാളുടെ പേര്. പക്ഷെ അതേപോലെ നമ്മള് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഓഫർ വരുന്നുണ്ട്. അപ്പൊ അനുസരിച്ച് കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ
ചിലപ്പോ നിങ്ങൾ പറയുന്ന പോലെ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഞാൻ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ ആ ഒരു വർക്ക്ഷോപ്പിൽ പോകണം, ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പോകണം തന്നെ. ആക്ടിംഗ് ഒന്ന് പഠിച്ചു നോക്ക്. ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴും? വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടോ? ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടോ? പണ്ട് പോയിട്ടുണ്ട്, 1-2 ക്ലാസ് പറ്റിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇമ്പ്രൂവ് ചെയ്യും. അല്ലാതെ താൻ ഒരിക്കലും നടനാകാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. തനിപ്പോ നടനല്ല, ഇപ്പൊ നല്ലൊരു നടനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ താൻ എന്തോ ഞാൻ ഒരിക്കലും ചെറിയ കാര്യം പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു വേദി ഇപ്പൊ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയ താരമെന്നാണ് ഒരു ഓഡിയോ ലോഞ്ചില് എന്നെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഞാൻ മൈക്കെടുത്ത് സംസാരിച്ചപ്പോൾ പോലും ഞാൻ അതിനെപ്പറ്റി കളിയാക്കിയാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ ഈ പേരിനോട് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നില്ല. പക്ഷേ ഞാൻ സാധാരണക്കാരനാണ്, മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറുള്ളൂ. പക്ഷേ എന്നെ വിളിക്കുന്ന ആൾക്കാരാണ് ഓരോ പേരുകൾ വിളിക്കുന്നത്. ഇപ്പൊ ബാഡ് ബോയ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വല്യപ്പം വന്നിട്ട് ബാഡ് ബോയ്സിലെ ആക്ടർ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയേ, ആസ് ആൻ ആക്ടറായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ എന്നുള്ളിലൊരു നടൻ വലുതായിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മനസ്സിലായി? ആക്ടിങ്ങിന്റെ രീതി ആ സ്വഭാവത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ. നിലവിൽ നിൽക്കുന്ന പ്രൊഫഷൻ ആക്ടിങ് ആണ് ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡ് എനിക്ക് സത്യത്തിൽ പറയുന്ന അലൻ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പരിചയപ്പെട്ടപ്പോൾ മുതൽ എനിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുള്ള, എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു മെസ്സേജിൽ കൂടെ പോലും മോശമായിട്ടൊന്നും സംസാരിക്കുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ആളാണ് അല്ലേ? ചിലതൊക്കെ പുള്ളിക്ക് അംഗീകരിക്കാൻ ഒരു ചെറിയ മടിയുണ്ട് പറയുന്ന കാര്യങ്ങൾ. പിന്നെ അല്ലെങ്കിൽ എല്ലാം നോക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ അല്ലേ മാറ്റി ഞാൻ ഇപ്പൊ ഒരു തഗ് എന്ന് പറഞ്ഞിട്ട് മൂവി അഭിനയിച്ചു. പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തമിഴും മലയാളം 2 മൂവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനൊക്കെ ഇങ്ങനെ തന്നെ. ഒരിക്കലും ഇല്ല. ഇവന്റെ കൂടെ അഭിനയിച്ചോണ്ടോ അല്ലെങ്കിൽ ഇവന്റെ കൂടെ അങ്ങ് റീൽ ചെയ്തോണ്ടോ അല്ലെങ്കിൽ അങ്ങ് ഒരു സംഭവം ചെയ്തോണ്ടോ എന്നെ വർക്കിന് വിളിക്കുന്നവർ വിളിക്കാതിരിക്കില്ല. ഞാൻ ചെയ്യുന്ന വർക്ക് ഓക്കെ ആണെങ്കിൽ, എന്റെ ആക്ടിങ് ഓക്കെ ആണെങ്കിൽ എന്നെ വിളിക്കേണ്ടവർ വിളിക്കും. നാളെ എനിക്ക് വർക്കില്ല. അടുത്ത ദിവസമുള്ള. അപ്പൊ അവർക്ക് ഈ കാര്യം അറിഞ്ഞില്ലേ? ഈ സംഭവം അറിഞ്ഞില്ലേ? അപ്പൊ ഒരു വർക്കുകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയങ്ങൾ വന്നെങ്കിലും വർക്കുകൾ കിട്ടുമ്പോ വർക്ക് കിട്ടും. ഇത് ആക്ടിങ്ങിന്റെ ഒരു ഭാഗം, ആക്ടിങ് തന്നെ അങ്ങനെ മാറ്റി നമ്മുടെ സൗഹൃദം എന്നും ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഇപ്പൊ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ അധികം കാണുന്നില്ലായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് എന്റെ വർക്കുകളിലേക്ക് ഓക്കെ ആണെങ്കിൽ ശ്രീലക്ഷ്മി ശ്രീകൂടെ വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബേസിക്കലി ഇപ്പോൾ അടുത്ത ആഴ്ച വേറെ കുട്ടിയായിട്ട് ആൽബം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു കണ്ടന്റ് അങ്ങനെ പോകും. മനസ്സിലായോ? പിന്നെ ഇത് ഒരു ഒഴുക്കിനെ പോലെ ഒഴുക്കായിട്ട് പോകുക എന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി എന്താ നമുക്ക് അലൻ ജോസിന്റെ ഒരു റിയൽ കല്യാണം കാണാൻ സാധിക്കുക? അതെ, അതെന്തായാലും നമ്മളൊരു പ്ലാനിങ് ഉണ്ട്. എന്തായാലും അത് നമ്മൾ മാനസികമായിട്ട് അതിലേക്ക് ഇപ്പൊ ആൾക്കാർ പറയുന്ന പോലെ പെട്ടെന്ന് ഓടിച്ചാടി കെട്ടുന്നൊരു പ്രോസസ്സല്ലേ. ഇപ്പൊ ഒരു കണ്ടന്റ് ചെയ്യുന്ന പോലെ ആ ഒരു പ്രവണത. ഇപ്പോൾ കണ്ടന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം? കണ്ടന്റ് ചെയ്യുന്നു, പോകുന്നു, അവരവരുടെ വീട്ടിലേക്ക് വന്ന് അവൻ്റെ വീട്ടിൽ. പക്ഷേ റിയൽ കല്യാണത്തിൽ ഞാനൊരിക്കലും വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്തില്ലെങ്കിലും 1-2 വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുക ഓൺലൈൻ ഇടുമായിരിക്കും എൻ്റെ ചാനൽ വഴി. പക്ഷേ വലിയൊരു അറ്റൻഷൻ അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല.